നമസ്കാരം. ബി.ജെ.പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്ഥിരം വിമർശകനാണ് എം.പി. ശത്രുഘ്നൻ സിൻഹ. നോട്ട് നിരോധനവും പശുവിൻ്റെ പേരിലുള്ള ആൾക്കൂട്ടക്കൊലയിലുമെല്ലാം മോദിയെ കണക്കിന് സിൻഹ വിമർശിച്ചിട്ടുണ്ട്. ഇതോടെ വരും തിരഞ്ഞെടുപ്പിൽ സിൻഹ ബി.ജെ.പിയിൽ ഉണ്ടാവില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശത്രുഘ്നൻ സിൻഹ ബി.ജെ.പി വിട്ട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം. ദേശീയ മാധ്യമമായ എക്കണോമിക്സ് ടൈംസാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അദ്വാനി വാജ്പേയി കാലഘട്ടത്തിൽ പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന ശത്രുഘ്നൻ സിൻഹ അമിത്ഷാ മോദി കാലഘട്ടത്തിൽ ബി.ജെ.പിയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ്. നോട്ട് നിരോധനം, ആൾക്കൂട്ടക്കൊല തുടങ്ങിയ പല വിഷയങ്ങളിലും ബി.ജെ.പിയുമായും മോദിയുമായും സിൻഹ കൊമ്പുകോർത്തിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളിലടക്കം സിൻഹ സർക്കാരിനെതിരെ തുറന്നടിച്ചിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കനത്ത പരാജയം നുണഞ്ഞതോടെ മോദിയെ പരിഹസിച്ചും സിൻഹ രംഗത്തെത്തിയിരുന്നു. യഥാർത്ഥ പപ്പുമോൻ ആരാണെന്ന് മനസ്സിലായില്ലേ എന്നായിരുന്നു സിൻഹയുടെ പരിഹാസം. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്ത മോദിയുടെ നിലപാടിനെയും സിൻഹ പലപ്പോഴായി പരിഹസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മോദിയെ വിമർശിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ നിരയിൽ തന്നെ സിൻഹയും ഉണ്ടായിരുന്നു. ഇതോടെ സിൻഹ ബി.ജെ.പി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തി പകർന്നിരുന്നു. അതേസമയം സിൻഹയുടെ പ്രതികരണങ്ങളോടൊന്നും തന്നെ ബി.ജെ.പി നേതൃത്വം ഇതുവരെ പ്രതികരിക്കുകയോ എം.പിക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. സിൻഹ കോൺഗ്രസിലേക്ക് പോകുമെന്നായിരുന്നു അഭ്യൂഹങ്ങളെങ്കിലും പാർട്ടി പുറത്താക്കാതെ ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കില്ലെന്നായിരുന്നു സിൻഹയുടെ നിലപാട്. എന്നാൽ ഇത്തവണ സിൻഹയെ ബീഹാറിൽ ബി.ജെ.പി മത്സരിപ്പിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ സിൻഹ കോൺഗ്രസുമായി കൈകോർക്കുമെന്നാണ് വിവരം. ലോക്സഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ സിൻഹ മത്സരിക്കുമെന്നും എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ബീഹാറിലെ പാട്നയിലെ സാഹേബ് സീറ്റിൽ നിന്ന് തന്നെ സിൻഹ മത്സരിച്ചേക്കുമെന്നാണ് വിവരം. 2014 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സിൻഹ സാഹേബിൽ നിന്നും വിജയിച്ച് കയറിയത്. എന്തൊക്കെ സംഭവിച്ചാലും താൻ സാഹേബിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന് സിൻഹ പറഞ്ഞിരുന്നു. ബി.ജെ.പി ഇത്തവണ കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്താളുമായ രവിശങ്കർ പ്രസാദിനെ പാട്ന സാഹിബിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് വിവരം. പാട്ന സാഹിബ് മണ്ഡലത്തിനായി അവസാനവട്ട ചർച്ചയാണ് ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടക്കുന്നത്. അമിത്ഷായും മോദിയുമാണ് അന്തിമ തീരുമാനമെടുക്കുക. രാജ്യസഭാ എം.പി. ആർ.കെ. സിംഗിൻ്റെ പേരും ഈ മണ്ഡലത്തിൽ പരിഗണനയിലുണ്ട്. രവിശങ്കർ പ്രസാദിനാണ് മുൻതൂക്കം. അതേസമയം ശത്രുഘ്നൻ സിൻഹയ്ക്ക് കോൺഗ്രസ് സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ ബി.ജെ.പി വിട്ടെത്തിയ എം.പി. കീർത്തി ആസാദ് കോൺഗ്രസ് ടിക്കറ്റിൽ ഇത്തവണ മത്സരിച്ചേക്കും.